ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ലാറ്റ്വിയയുടെ തലസ്ഥാനമായ റിഗയിൽ നിന്നും എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിലേക്കുള്ളതാണ് ഈ യാത്ര. ഏകദേശം 9:30 റിഗ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും പുറപ്പെടുന്ന എക്കോലൈൻസ് ബസ്സിലായിരിക്കും നമ്മുടെ യാത്ര. റിഗയിൽ നിന്ന് ടാലിനിലേക്ക് 4 മണിക്കൂറിന് മുകളിൽ സമയദൈർഘ്യമുണ്ട്. റിഗ സെൻട്രൽ ബസ് സ്റ്റേഷൻ ഇതാണ് ലാറ്റ്വിയയുടെ ഏറ്റവും തിരക്കേറിയ യാത്രാ ഹബ്. ഇവിടുന്ന് എല്ലായ്പ്പോഴും ഒരുപാട് ബസ്സുകളുണ്ട്. റിഗയിൽ നിന്നുള്ള ബസ്സുകൾ ലാറ്റ്വിയയുടെയും യൂറോപ്പിൻ്റെയും പല ഭാഗങ്ങളിലേക്കും പോകുന്നു. ടാലിൻ, വിൽനിയസ്, ബ്രസൽസ്, അങ്ങനെ എല്ലാ ദിശകളിലേക്കും. എക്കോലൈൻസ്, ഫ്ലിക്സ് ബസ്, ലെക്സ് എക്സ്പ്രസ് എന്നീ ബസ്സുകളാണ് ഇവിടെ നിന്നുള്ളത്. തൊട്ടടുത്ത് തന്നെ നിരവധി റെസ്റ്റോറൻറ്റുകളും കഫേസും കാണും. ID ഡോക്യുമെൻറ്റുകളുടെ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ച സീറ്റുകളിൽ സ്ഥാനമുറപ്പിച്ചു. ഇരുനിലയുള്ള ഈ ബസ്സിൽ ഒരുവിധം എല്ലാ സീറ്റിലും തന്നെ ആളുകളുണ്ടായിരുന്നു. മ്യൂസിക് കേൾക്കാനും സിനിമ കാണാനും ഗെയിം കളിക്കാനുമുള്ള സൗകര്യങ്ങൾ സ്ക്രീനുകളിലുണ്ട്. അങ്ങനെ റിഗയിൽ നിന്നും ടാലിൻ ലക്ഷ്യമാക്കിയുള്ള യാത്ര ആരംഭിച്ചു. ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകൾ. വിന്ററിൽ നിന്നും സമ്മറിലേക്കുള്ള ഒരുക്കത്തിലാണ് പ്രകൃതി. ലാറ്റ്വിയൻ സംസ്കാരത്തിൻ്റെ ആധാരം തന്നെ പ്രകൃതിയിലാണ്. ഇവിടുത്തെ ആളുകൾക്ക് മരം, കാടുകൾ, കുളങ്ങൾ, പുഴകൾ ഇവയോടൊക്കെ വലിയ ആദരവും ആത്മബന്ധവുമുണ്ട്. ലാറ്റ്വിയയിലെ പുരാതന ജീവിത രീതിയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മരം വെട്ടാണ്. ലാറ്റ്വിയ ഒരു കാടുകൾ നിറഞ്ഞ രാജ്യമായതിനാൽ വനമായിരുന്നു ഇവിടുത്തെ പ്രധാന സമ്പന്നത. മരം വെട്ടലും അതിൻ്റെ നടലും വളർത്തലുമെല്ലാം വലിയ ഗൗരവത്തോടെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇന്നും ചില ഗ്രാമപ്രദേശങ്ങളിൽ വുഡ് കാർവിംഗ്, ഫർണിച്ചർ മേക്കിംഗ്, ഫയർവുഡ് കളക്ഷൻ തുടങ്ങിയ പ്രവൃത്തികൾ പാരമ്പര്യമായി തുടരുന്നു. ലാറ്റ്വിയ എസ്റ്റോണിയ അതിർത്തിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പാതയുടെ ഇരുവശങ്ങളിലായി കാടുകളും തുറന്ന നിലങ്ങളും, അതിൽ ചുറ്റുന്ന വിൻമില്ലുകൾ, പ്രകൃതിയുടെ സുന്ദരമായൊരു കാഴ്ച. ബാൾട്ടിക് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരവും സാങ്കേതികവൽക്കരിക്കപ്പെട്ടതുമായ ഒരു ദേശമാണ് എസ്റ്റോണിയ. എസ്റ്റോണിയയുടെ പ്രധാന മനോഹാരിത അതിൻ്റെ പ്രകൃതിയിലാണ്. ആഴമുള്ള കാടുകൾ, നീലക്കാഴ്ചകളോട് കൂടിയ തടാകങ്ങൾ, കല്ലും പച്ചയും ചേർന്ന പാതകൾ. സാംസ്കാരികമായി എസ്റ്റോണിയക്കാർ വളരെ സംയമിതരും ശാന്തശീലരുമാണ്. സ്വാതന്ത്ര്യവും പാരമ്പര്യവുമാണ് ഇവരുടെ ജീവിതത്തിൻ്റെ 2 വശങ്ങളെന്ന് പറയാം. ഇവിടെ സംഗീതം, പ്രത്യേകിച്ച് കഥകളും ഗാനങ്ങളും വലിയൊരു പങ്ക് വഹിക്കുന്നു. അതിനാലാണ് സിംഗിങ് നേഷൻ എന്ന പേര് കൂടി എസ്റ്റോണിയയ്ക്ക് കിട്ടിയത്. പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ, അവയ്ക്കിടയിലായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടുകൾ. ഇത് എസ്റ്റോണിയയിലെ പാർനു എന്ന മനോഹരമായ തദ്ദേശമാണ്. റിഗയിൽ നിന്ന് ടാലിനിലേക്കുള്ള ഈ യാത്രയുടെ മധ്യത്തിൽ ഒരു ചെറിയ ബ്രേക്കിനായാണ് ഇവിടെ നിർത്തിയത്. പാർനുവിനെ സമ്മർ ക്യാപിറ്റൽ ഓഫ് എസ്റ്റോണിയ എന്നും വിളിക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. എസ്റ്റോണിയയുടെ ഭൂഭാഗത്തെ സമ്പന്നമാക്കുന്ന പ്രധാന പ്രകൃതി സൗന്ദര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ നദികൾ. ശാന്തമായി ഒഴുകുന്ന ഈ പുഴകൾ നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തിന് ഒരു ഭാഗമായാണ് നിലകൊണ്ടത്. ഏകദേശം 4.5 മണിക്കൂറിന് ശേഷം ടാലിൻ ബസിയാം ബസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ടാലിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള ട്രാം ബസ് സേവനങ്ങൾ ലഭ്യമാണ്.
ടാലിൻ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ വരും വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.